കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കൊല്ലം സ്വദേശികൾ ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. ആദിച്ചനെല്ലൂർ വിളിച്ചിക്കാലയിലെ ലൂക്കോസിന്റെ വീട്ടിൽ രാജ്കുമാറുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങിന് മുന്നോടിയായിട്ട് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ലൂക്കോസിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വികാരഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. കുടുംബാംഗങ്ങളുടെ വേദന അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, പറയാം. ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു വാക്കുകളില്ല. തന്റെ പ്രിയതമൻ ഈ കഴിഞ്ഞ ഒരു 15 വർഷമായി വിദേശത്ത് പോയി കുടുംബത്തെ സംരക്ഷിക്കുകയും കുടുംബത്തെ മാറോട് ചേർത്ത് വെച്ച തന്റെ ഭർത്താവിനെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മുഖം പോലും കാണാൻ പറ്റാത്ത വിധമായാണ് ഇപ്പോൾ സമ്മാനങ്ങളുമായി വന്നുകൊണ്ടിരുന്ന ഈ പിതാവ് ലൂക്കോസ് അദ്ദേഹം വന്നിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ ആ കുടുംബത്തെ സംബന്ധിച്ച് എല്ലാ കുടുംബങ്ങളിലും സമാന പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ കുടുംബത്തിൽ അവർക്ക് അവളുടെ പ്രതീക്ഷകൾ, മകൾ ലിഡിയയാണെങ്കിൽ +2 വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നഴ്സിംഗ് പഠനത്തിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകാൻ പിതാവിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. അടുത്ത മാസമാണ് അദ്ദേഹം വരാനിരുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് ലീവ് കിട്ടിയിരുന്നു. അത് ഈ ഭാര്യ ഷൈനിയുടെ അച്ഛൻ രാജൻ ജോർജ് തന്നെ പറയുകയുണ്ടായി. ആ സമയത്ത് ആ ലീവ് മകൾക്ക് വേണ്ടിയാണ് ആ ലീവിന്റെ പരിധി മാറ്റിവെച്ചത്. പക്ഷെ അത് ഇങ്ങനെയായി തീരുമെന്ന് ആരും കരുതിയില്ല. അതിൽ ഈ ഭാര്യ ഷൈനി പറയുന്നത് തന്റെ അച്ചാച്ചനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നു. മകളാണെങ്കിൽ ലിഡിയ ഈ മൃതദേഹം കണ്ട ഉടൻ തന്നെ അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഭിത്തിയിലുണ്ടായിരുന്ന അവരുടെ കുടുംബ ചിത്രങ്ങളിൽ നിന്ന് പിതാവിന്റെ ചിത്രം, ആ ഫോട്ടോ അതിന്റെ ഇത് വലിച്ചൂരി നെഞ്ചോട് ചേർത്ത് വെച്ച് നിലവിളിക്കുകയായിരുന്നു. പിന്നീട് ബോധം പോയി. ഈ നിലയിലാണ് ഇപ്പോൾ കുടുംബം പുറത്ത് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 10:30 തന്നെ ഇത് IPCയുടെ ഇന്ത്യൻ പെന്തക്കോസ്ത ഇതിന്റെ അവരുടെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് സംസ്കരിക്കാനാണ് തീരുമാനം. അതേസമയം സാജൻ ജോർജ്, പുനലൂർ നരിക്കൽ സാജൻ ജോർജിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിന് അവിടെയും 12 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.